വീട് മാറ്റം. കുപ്പസ്വാമി ഒരു പണക്കാരനായിരുന്നു. അയാൾക്ക് ധാരാളം വീടുകൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ അയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. കുപ്പസ്വാമിയുടെ വീടിൻ്റെ ഇരുവശത്തും 2 സ്വർണ്ണപ്പണിക്കാരായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. വൈരഫൻ എന്നും വിനായകനെന്നുമായിരുന്നു അവരുടെ പേര്. പേര് കേട്ട പണിക്കാരായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് എന്നും ജോലിയുണ്ടായിരുന്നു. രാവും പകലും ഒരുപോലെ അവരുടെ വീട്ടിൽ നിന്ന് തട്ടലും മുട്ടലും കേൾക്കുന്നത് പതിവായിരുന്നു. അത് കാരണം കുപ്പസ്വാമിക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യാതായി. ഒടുവിൽ കുപ്പസ്വാമി സ്വർണ്ണപ്പണിക്കാരെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്ത് കാരണം പറഞ്ഞ് അവരെ ഒഴിപ്പിക്കും? ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം കൊണ്ടാണ് ഒഴിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതറിഞ്ഞാൽ നാട്ടുകാർ തന്നെ കുറ്റം പറയും. അവർ തട്ടാന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് ആൾക്കാർ ചോദിച്ചാൽ എന്തുത്തരം പറയും? കുപ്പസ്വാമി ആകെ ആശയക്കുഴപ്പത്തിലായി. ഇക്കാര്യം തൻ്റെ കാര്യസ്ഥനോട് പോലും പറയാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും? രാവും പകലും അതായി കുപ്പസ്വാമിയുടെ ചിന്ത. ഒടുവിൽ അയാളുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു. പിറ്റേന്ന് കുപ്പസ്വാമി വൈരഫനെ രഹസ്യമായി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ 100 പണം തരാം. ആ വീട് നീ ഒഴിയണം. കാര്യസ്ഥനോട് പറഞ്ഞ് എൻ്റെ വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിച്ചോ. സമ്മതിച്ചു. പണം എപ്പോൾ തരും? വൈരഫൻ അത്ഭുതത്തോടെ ചോദിച്ചു. വീട് മാറുമെന്ന് സമ്മതിച്ചാൽ ദാ ഇപ്പോൾ തരാം, കുപ്പസ്വാമി പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, വൈരഫൻ പറഞ്ഞു. കുപ്പസ്വാമി അപ്പോൾ തന്നെ അയാൾക്ക് പണം എണ്ണിക്കൊടുത്തു. വൈരഫൻ അതുമായി സ്ഥലം വിട്ടു. കുപ്പസ്വാമിക്ക് സന്തോഷമായി. അയാൾ രഹസ്യമായി വിനായകനെയും കണ്ടു. ആരും അറിയണ്ട, നിനക്ക് ഞാൻ 100 പണം തരാം. നീ ആ വീട് മാറണം. കാര്യസ്ഥനോട് പറഞ്ഞ് എൻ്റെ വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിച്ചോ, കുപ്പസ്വാമി പറഞ്ഞു. വിനായകൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് 100 പണം തരുന്നതല്ലേ, ഞാൻ മാറാം. കുപ്പസ്വാമിക്ക് ആശ്വാസമായി. അയാൾ അപ്പോൾ തന്നെ പണം എണ്ണി വിനായകന് കൊടുത്തു. അന്ന് രാത്രി സ്വസ്ഥമായി കുപ്പസ്വാമി കിടന്നുറങ്ങി. ഒരു ശബ്ദവുമില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ ഉണർന്നത് പഴയ തട്ടും മുട്ടും കേട്ടുകൊണ്ടാണ്. കുപ്പസ്വാമിക്ക് ദേഷ്യം വന്നു. അയാൾ വിനായകനെയും വൈരഫനെയും വിളിപ്പിച്ചു. നിങ്ങൾ ഇതുവരെ വീട് മാറിയില്ലേ? കോപത്തോടെ കുപ്പസ്വാമി ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ തന്നെ മാറിയല്ലോ, വിനായകൻ ഭവ്യതയോട് പറഞ്ഞു. നുണ പറയുന്നോ? കുപ്പസ്വാമിയുടെ ശബ്ദം ഉയർന്നു. നുണ പറയുന്നതല്ല, അങ്ങയുടെ കാര്യസ്ഥനോട് പറഞ്ഞ് ഞാൻ വിനായകൻ്റെ വീട്ടിലേക്കും വിനായകൻ എൻ്റെ വീട്ടിലേക്കും ഇന്നലെ രാത്രി തന്നെ മാറി, വൈരഫൻ താഴ്മയോടെ പറഞ്ഞു. ഇത് കേട്ട് കുപ്പസ്വാമി സ്തംഭിച്ചിരുന്നു പോയി.